UAE-യിൽ കാണാതായ ജൂത പണ്ഡിതൻ കൊല്ലപ്പെട്ട നിലയിൽ. വ്യാഴാഴ്ചയാണ് ഇസ്രായേലി മോൾദോവിയൻ പൗരനായ 28-കാരൻ സ്വി കോഗനെ കാണാതായത്. ഞായറാഴ്ചയാണ് കോഗൻ്റെ മൃതദേഹം കണ്ടെത്തിയത്. സംഭവത്തിൽ ശക്തമായ പ്രതികരണമാണ് ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നടത്തിയത്. ക്രൂരമായ ഭീകരപ്രവർത്തനമെന്നാണ് നെതന്യാഹു സംഭവത്തെ വിശേഷിപ്പിച്ചത്. മരണത്തിന് ഉത്തരവാദികളായ ക്രിമിനലുകൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും നെതന്യാഹുവിൻ്റെ ഓഫീസ് അറിയിച്ചു. എന്നാൽ സംഭവത്തിൽ UAE പ്രതികരിച്ചിട്ടില്ല. ദുബായിൽ ജൂതരുടെ ഭക്ഷണം വിൽക്കുന്ന സ്ഥാപനം നടത്തുകയായിരുന്നു കോഗൻ. 2020-ൽ ഇസ്രായേലും UAE-യും തമ്മിൽ നയതന്ത്ര ബന്ധം സ്ഥാപിച്ചതിനെ തുടർന്ന് വ്യാപാരം, ടൂറിസം മേഖലകളിൽ പ്രവർത്തിക്കുന്നതിനായി നിരവധി പേർ ഇസ്രായേലിൽ നിന്ന് UAE-യിൽ എത്തിയിട്ടുണ്ട്. എന്നാൽ ഇസ്രായേൽ ഗസയിൽ നടത്തുന്ന ക്രൂരമായ ആക്രമണവും ലെബനൻ അധിനിവേശവും എമിറാത്തുകളിലും അറബ് പൗരന്മാരിലും UAE-യിൽ താമസിക്കുന്ന മറ്റുള്ളവരിലും ഇസ്രായേൽ പൗരന്മാരോടുള്ള ശത്രുതയ്ക്ക് കാരണമായി. മാത്രമല്ല, ഹമാസിനെയും ഹിസ്ബുള്ളയെയും പിന്തുണയ്ക്കുന്ന ഇറാനും ഇസ്രായേലിനെതിരെ ആക്രമണവുമായി മുന്നോട്ട് പോവുകയാണ്. ഞായറാഴ്ച കോഗൻ്റെ തിരോധാനം UAE-യുടെ ഔദ്യോഗിക വാർത്താ ഏജൻസി സ്ഥിരീകരിച്ചിരുന്നു. എന്നാൽ കോഗൻ്റെ ഇസ്രായേലി പൗരത്വം മറച്ചുവെച്ച് മോൾദോവിയൻ ആണെന്ന് മാത്രമാണ് പറഞ്ഞത്. കോഗനെ കാണാനില്ലെന്നാണ് എമിറാത്തി ആഭ്യന്തര മന്ത്രാലയവും അറിയിച്ചത്. പതിവ് ക്യാബിനറ്റ് യോഗത്തിന് ശേഷം കോഗൻ്റെ തിരോധാനവും മരണവും വലിയ ഞെട്ടലുണ്ടാക്കിയതായി നെതന്യാഹു പറഞ്ഞു. അന്വേഷണത്തിൽ UAE-യുടെ ഭാഗത്തു നിന്നുണ്ടായ സഹകരണത്തിന് നെതന്യാഹു നന്ദി പറഞ്ഞു. UAE-യുമായുള്ള ബന്ധം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുമെന്നും നെതന്യാഹു വ്യക്തമാക്കി. ഇസ്രായേൽ പ്രസിഡന്റ് ഐസക് ഹെർസോഗ് കൊലപാതകത്തെ അപലപിക്കുകയും വേഗത്തിൽ നടപടി സ്വീകരിച്ചതിന് എമിറാത്തി അധികാരികൾക്ക് നന്ദി പറയുകയും ചെയ്തു. കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ പ്രവർത്തിക്കുമെന്ന് താൻ വിശ്വസിക്കുന്നുവെന്നും ഹെർസോഗ് പറഞ്ഞു. UAE-യിൽ ജൂത സമൂഹം വളർന്നു വരുന്നുണ്ട്. സിനഗോഗുകളും ജൂത വിഭവങ്ങളും സാധനങ്ങളും വിൽക്കുന്ന സ്ഥാപനങ്ങളും UAE-യിലുണ്ട്. കോഗൻ്റെ ഭാര്യ റിവ്കി US പൗരത്വമുള്ള ആളാണ്. UAE-യിൽ കോഗനൊപ്പമാണ് ഭാര്യയും താമസിച്ചിരുന്നത്. 2008-ലെ മുംബൈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട റാബി ഗാവ്രിയൽ ഹോട്സ്ബർഗിൻ്റെ മരുമകളാണ് റിവ്കി.